ഹലോ, ലെറ്റൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ചായക്കൊരു കടി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇവിടെ അതിന് വെങ്കായ വട, ഉള്ളിവട എന്നൊക്കെ പറയട്ടോ. നിങ്ങളുടെ അവിടെ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയൊന്നും ഒരുപാട് ആവശ്യമില്ല അതിന്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അധികം ഇട്ടിട്ടില്ല, കുട്ടികൾക്ക് കൂടി കഴിക്കാനുള്ളതായതുകൊണ്ട്. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കളറിനായിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലവർ ഇതിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഒരുപാട് കട്ടിയിലും ആവാൻ പാടില്ല, എന്നാൽ ഒരുപാട് വെള്ളം പോലെ ആവാൻ പാടില്ല. ഞാനത് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. തൈര് അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒന്നുകൂടി നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ അത് കുഴച്ചെടുക്കേണ്ടത്. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറേ അധികം എണ്ണ ഒഴിച്ചിട്ട് ഒരുമിച്ച് വേണമെങ്കിൽ ചുട്ടെടുക്കാം. ഞാൻ കുറേശ്ശെ ആയിട്ട് എടുക്കുന്നുള്ളൂ. എണ്ണ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടിയാണ് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് അവർക്ക് ചായക്കൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്നൊരു കടിയാണിത്. ഇതിന് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുക. പക്കവട എന്ന് പറയണവരുണ്ട്, വെങ്കായ വട, ഉള്ളിവട. ഞങ്ങളിവിടെ വെങ്കായ വട എന്നാണ് പൊതുവായിട്ട് പറയാറ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിനെ പറയാമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വെങ്കായ വടയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. എല്ലാവർക്കും താങ്ക്